ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച മുജാഹിദ് സംഘടന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ദൈവരാജ്യം മതരാഷ്ട്രവാദം എന്നീ ആശയങ്ങൾ കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും സലാം മുജാഹിദ് സംഘടനാ സെക്രട്ടറി ഡോക്ടർ IP അബ്ദുൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും പ്രതിസന്ധി വിവരങ്ങളുമായി അനക ഹർഷൻ ചേരുന്നു. അനക, വിവരങ്ങൾ. നിഖിൽ, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘടനയാണെന്നും അവർ ഈ ദൈവരാജ്യം വരണമെന്ന ആശയം അത് പ്രചരിപ്പിക്കുന്ന സംഘടനയാണെന്നും പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മുജാഹിദ് സംഘടന. അതായത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ അടക്കം പറഞ്ഞിരുന്നു ജമാഅത്തെ ഇസ്ലാമി അത് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ട്, നിലവിൽ അവർ അങ്ങനെ ഒരു നിലപാടിലൂടെയല്ല മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം ചങ്ങാത്തം കൂടുന്നത് കൊണ്ട് തെറ്റില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇതൊന്നും തന്നെ അവർ ഈ സമയമായിട്ട് പോലും പിൻവലിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് പറയുക എന്നാണ് മുജാഹിദ് സംഘടന ചോദിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, മുസ്ലിം സമുദായത്തെ ഒന്നാകെ ജമാഅത്തെ ഇസ്ലാമി പ്രതിക്കൂട്ടിലാക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ വക്താക്കൾ അത് ജമാഅത്തെ ഇസ്ലാമി ആകണ്ട എന്നുകൂടിയാണ് ഈ മുജാഹിദ് സംഘടനകൾ പറയുന്നത്. ഈ IP അബ്ദുൾ എന്ന് പറയുന്ന ആളാണ്, അതായത് മുജാഹിദ് സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ സലാമാണ് ഈ കാര്യങ്ങൾ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മുജാഹിദ് സംഘടനകൾ പോലും ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഇവിടെയുള്ള കോൺഗ്രസും CPM അടക്കമുള്ള ഇടതുപക്ഷം അടക്കമുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നും അവർക്കൊപ്പം ചങ്ങാത്തം കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി അത് ഇസ്ലാമിക സമുദായത്തിന്റെ മൊത്തം വക്താക്കളാകണ്ടെന്നും മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇത്തരത്തിൽ അവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ ഇതൊക്കെ തന്നെ അവർ പിൻവലിക്കണമെന്ന്, അവർ പിൻവലിച്ചിരിക്കുന്നു എന്ന് അവർ പരസ്യമായി പറയണം. ഇതൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയാൻ സാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുജാഹിദ് നേതാവ് കൂടിയായിട്ടുള്ള ഈ അബ്ദുൾ സലാം ചോദിക്കുന്നത്. ശരി അനഘ.